രാഹുലും പ്രിയങ്കയും ചേർന്ന് CJP സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നു. പ്രതിഷേധം ശക്തമാക്കി സോഷ്യൽ മീഡിയ. സമരം തുടങ്ങിയിട്ട് ആഴ്ചകളായിട്ടും തിരിഞ്ഞു നോക്കാത്തവർ ഒരു സുപ്രഭാതത്തിൽ കയറി ആളാവാൻ നോക്കുന്നത് സംശയാസ്പദമെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ രാജിവെക്കുകയും ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏറെ ദിവസങ്ങളായി ഡൽഹിയിൽ സമരം നടന്നുവരികയാണ്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കണ്ട ഭാവം പോലും നടിക്കുകയുണ്ടായില്ല. അതിനിടെയാണ് സമരം വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു ഘട്ടത്തിൽ ഇരുവരും തങ്ങളുടെ അനുയായികളുമൊത്ത് സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തുന്നത്. ഇതാണ് സോഷ്യൽ മീഡിയയെ പ്രകോപിപ്പിച്ചത്. CJPയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം ചെറുപ്പക്കാർ വളരെ ഡൈനാമിക്കായാണ് സമരം നടത്തിവന്നിരുന്നത്. CPM ദേശീയ സെക്രട്ടറി MA ബേബി, രാജ്യസഭാ MPമാരായ ജോൺ ബ്രിട്ടാസും AA റഹീമും ശിവദാസനും SFIയും CPMും ഇടതുപക്ഷവും പൂർണ്ണമായി ആദ്യം മുതൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഒപ്പമുണ്ട്. ഇത്രയും നാൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ യുവജന സംഘടനയും ഗാലറിയിൽ കാഴ്ചക്കാർ മാത്രമായിരുന്നു. രാഹുൽ ഈ രാജ്യത്ത് പോലുമില്ലായിരുന്നു. പൊടുന്നനെ ഇന്നലെ രാവിലെ മുതലുള്ള കാഴ്ച രാഹുലും പ്രിയങ്കയും സന്ദർശിക്കുന്ന ഒരുപറ്റം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ചേർന്ന് സമരത്തിൽ നുഴഞ്ഞുകയറി സമരം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് സമരം പൊളിക്കാനുള്ള തന്ത്രമാണോ എന്ന് സംശയിക്കണമെന്നും അല്ലെങ്കിൽ സമരം ഹൈജാക്ക് ചെയ്യാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമാണെന്നുമാണ് ആക്ഷേപം. കൂടാതെ രാഹുലും പ്രിയങ്കയും സമരം കലക്കാൻ വന്നതല്ല എന്നാര് കണ്ടു എന്നും ചോദ്യമുയരുന്നു. 2 മാസമായി പാർട്ടികൾ സമരത്തിലാണ്. ഇന്നുവരെ തിരിഞ്ഞു നോക്കാത്ത കോൺഗ്രസ് വെളിപാടുണ്ടായ പോലെ ഒരു സുപ്രഭാതത്തിൽ വിജയിക്കാറായ സമരത്തിന് മുന്നിൽ വന്നു നിന്നതിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെന്നും പോസ്റ്റുകൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ജന്തർ മന്ദറിൽ CJP നടത്തുന്ന സമരത്തിൽ പങ്കാളികളാവാതെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ സമരവേദി തീരുമാനിച്ചതിലും ദുരൂഹതയുണ്ട്. അതിനിടെ മോദി ഭീരുവാണെന്ന് പ്രിയങ്ക മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടു. എങ്കിൽ 170 കോടി രൂപ അവരുടെ ഭർത്താവ് എന്തിനാണ് BJPക്ക് കൊടുത്തതെന്നും ചോദ്യമുയരുന്നു. മാത്രമല്ല, സമരത്തിന്റെ ദിശാബോധം മാറ്റി മോദി സർക്കാരിനെ രക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമാണെങ്കിൽ അത് വെളിച്ചത്തു കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിയണമെന്നും പോസ്റ്റിലുണ്ട്. അതിനിടെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധിച്ച സംസ്ഥാന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പോസ്റ്റിനടിയിൽ സാരോപദേശ രൂപേണയും എന്നാൽ മുഖ്യമന്ത്രി VD സതീശനെ പരിഹസിച്ചും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ രോഷം പുലർത്തുന്ന രാഹുലിനെ അറസ്റ്റ് ചെയ്തതിൽ പിണറായി പ്രതിഷേധിക്കേണ്ട കാര്യവുമില്ലെന്നും എന്നാൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിച്ചത് VD സതീശനാണെന്നും പോസ്റ്റിൽ പറയുന്നു. കാരണം BJPക്കെതിരെ പ്രിയങ്ക മുദ്രാവാക്യം വിളിച്ചു കൊടുത്തിട്ടും സതീശൻ അത് ഏറ്റുവിളിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണെന്നും വ്യക്തമാക്കുന്നു. ആഴ്ചകളോളം നാട്ടിൽ നിന്ന് മുങ്ങി നടന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അവസാന ഘട്ടത്തിലെങ്കിലും എത്തി മുഖം കാട്ടിയല്ലോ എന്ന് ആശ്വസിക്കുന്നവരുമുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കൾ വിശിഷ്യ CPM SFI നേതാക്കൾ നടത്തിയ സമരങ്ങളെ തമസ്കരിച്ച കേരള മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും നൽകിയ കവറേജ് ആരെയും വിസ്മയിപ്പിക്കുന്നതാണെന്നും വിമർശനമുയരുന്നുണ്ട്.